ചരിത്രങ്ങൾ ഉറങ്ങുന്ന രാംനഗർ ഫോർട്ട്, രുചികരമായ പാവ് ഭാജി, സ്വാമിനാരായണ ടെമ്പിൾ. ഉച്ചഭക്ഷണം കഴിഞ്ഞ് നേരെ വന്നത് സ്വാമിനാരായണ ടെമ്പിളിലേക്കാണ്. ഇവിടെ 3:30 ആകുമ്പോൾ ക്ഷേത്രം തുറക്കും. വൈകുന്നേരം 3:30-ക്കും 7 മണിക്കും ഇടയ്ക്ക് ഈ ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്. സ്വാമിനാരായണ ക്ഷേത്രത്തിൻ്റെ ആർക്കിടെക്റ്റ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഗുജറാത്തി സ്റ്റൈലിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. അകത്തു മുഴുവൻ ഒരു ചിത്രകലാ ഭംഗി നമുക്ക് വെളിവാകുന്ന രീതിയിലാണ് ഇതിൻ്റെ ഓരോ നിർമ്മാണവും. വളരെ പീസ്ഫുള്ളായി ക്ഷേത്ര ദർശനം ചെയ്യാൻ കഴിയും ഇവിടെയുള്ള എന്നുള്ളതാണ് ഏറ്റവും അതിശയകരമായ കാര്യം. വളരെ ശാന്തമാണിവിടെ. അക്കോമഡേഷൻ സൗകര്യവും ഈ ക്ഷേത്രത്തിലേക്ക് ആളുകളെ ആകർഷിക്കുന്ന ഒന്നാണ്. പ്രൗഢഗംഭീരമായ രാംനഗർ ഫോർട്ടിലേക്ക്, കൊട്ടാര വളപ്പിലേക്ക് പ്രവേശിക്കുകയാണ്. ഇപ്പോൾ ഈ കൊട്ടാര വളപ്പിലെ ഈ ഭാഗങ്ങളെല്ലാം കാവൽക്കാരുടെ താമസ കേന്ദ്രങ്ങളായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ കൊത്തുപണികളെല്ലാം തന്നെ നമ്മളെ അതിശയിപ്പിക്കുന്നതാണ്. കൊട്ടാര സമുച്ചയത്തിലേക്ക് കടക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. ചുറ്റും കോട്ടമതിൽ പോലുള്ള കെട്ടിടങ്ങൾ, നടുക്ക് വലിയൊരു മൈതാനം പോലുള്ള സ്ഥലം. 5 മണിക്ക് ശേഷം ഇവിടെ അടയ്ക്കും. അപ്പോൾ കുറച്ച് സമയമേ ഉള്ളൂ. അകത്തുള്ള മ്യൂസിയം കാണാനായിട്ടുള്ള ടിക്കറ്റ് എടുക്കാനാണ് മുൻബോർഡിലേക്ക് നടക്കുന്നത്. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. പണ്ട് യുദ്ധകാലത്ത് ഉപയോഗിച്ചിരുന്ന പീരങ്കികളെല്ലാം ഇവിടെ മൈതാനത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കുറച്ചു ഭാഗം പുൽത്തകിടിയായി ചുറ്റും നടപ്പാതയായി തരംതിരിച്ചിരിക്കുന്നു. ബൃഹത്തായ കൊട്ടാര സമുച്ചയം തന്നെയാണ് ഇത്. പല സമയങ്ങളിലായി കെട്ടിപ്പടുത്തവയാണ് ഇവയെല്ലാം. ഇതിനുള്ളിലാണ് മ്യൂസിയം ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഗംഗാ നദീ തീരത്ത് സ്ഥിതി ചെയ്യുന്ന 18-ാം നൂറ്റാണ്ടിൽ കെട്ടിപ്പടുത്ത ഒരു വലിയ കൊട്ടാര സമുച്ചയമാണിത്. മുഗൾ സ്റ്റൈലിലാണ് ഇതിൻ്റെ നിർമ്മാണം. കൂടുതലും ചുവന്ന കല്ലുകൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ആയിരത്തി 1750 കാശി രാജാവായിരുന്ന മഹാരാജ ബൽവന്ത് സിംഗ് നിർമ്മിച്ചതാണ് ഈ കൊട്ടാര സമുച്ചയം. ഇത് ബനാറസ് മഹാരാജാക്കന്മാരുടെ, ബനാറസ് രാജവംശത്തിൻ്റെ തന്നെ പൈതൃക ഗൃഹം കൂടിയാണ്. മുഗൾ ശൈലിയിൽ പണിത ബാൽക്കണികളും തുറന്ന നടുമുറ്റവും പുറം കാഴ്ചകൾ, പുരാതന കാലം മുതലുള്ള ആയുധശേഖരങ്ങളും വിൻറ്റേജ് കാറുകളുടെ ശേഖരങ്ങളും രാജഭരണകാലത്ത് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളും വസ്ത്രങ്ങളും എല്ലാം മ്യൂസിയത്തിനകത്തെ അകം കാഴ്ചകൾ. മറ്റു ഭാഗങ്ങളെല്ലാം അടച്ചിരിക്കുകയാണ്. പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടില്ല. ഈ ഓപ്പൺ കോർട്ട്യാർഡും മ്യൂസിയവും മാത്രമാണ് തുറന്നു കൊടുത്തിരിക്കുന്നത്. ഭഗവാൻ വേദവ്യാസൻ്റെയും ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെയും ക്ഷേത്രങ്ങൾ കൂടി ഈ കൊട്ടാര സമുച്ചയത്തിനകത്തുണ്ട്. ആയിരത്തി 1971 ഇവിടെയുള്ള രാജഭരണം അവസാനിച്ചെങ്കിലും ഇപ്പോഴും രാജകുടുംബത്തിൻ്റെ ഔദ്യോഗിക വസതി കൂടിയാണിത്. അതാണ് പല ഭാഗങ്ങളിലേക്കും ആളുകളെ പ്രവേശിപ്പിക്കാത്തത്. ഇപ്പോൾ ഇവിടെയുള്ള രാജാവ് ആനന്ദ് നാരായൺ സിംഗ് ആണ്.
പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. വാദ്യമേളങ്ങളോടെ ഒരു ശവഘോഷയാത്ര കടന്നു പോകുന്നു. ഇത് നേരെ മണികർണിക ഘാട്ടിലേക്കോ ഹരിശ്ചന്ദ്ര ഘാട്ടിലേക്കോ ആയിരിക്കും. 5 മണി ആയതേ ഉള്ളൂ, ഇരുട്ടി തുടങ്ങിയിരിക്കുന്നു. വിശപ്പ് തോന്നി. അപ്പോൾ ഇവിടുത്തെ പാവ് ഭാജി കഴിക്കാം എന്ന് വിചാരിച്ചു. അതിനൊപ്പം പലതരം ടിക്കികളുമുണ്ട്. ആലു ടിക്കി, ടൊമാറ്റോ ടിക്കി. രുചികരമായ പാവ് ഭാജി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കി ഞാൻ നിന്നു. അപ്പോൾ ഈ കാഴ്ചകൾ ഇവിടെ ഇന്ന് അവസാനിക്കുന്നു. അടുത്ത കാഴ്ചകളുമായി അടുത്ത ദിവസം കാണാം. അതുവരേക്കും നമസ്കാരം.